നിങ്ങളൊരു കാര്യവും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടാളുകൾ ഒന്നിച്ച് വളരെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പ് അതെങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ശാന്തമായി, ദൂരമായി, ഒടുവിൽ തകരുന്നു. വലിയ പ്രശ്നങ്ങൾ കൊണ്ടല്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് തകർക്കുന്ന 5 കാര്യങ്ങളാണ്. പക്ഷേ അവസാനം പറയുന്ന കാര്യം അധികം ആളുകൾക്കറിയില്ല. വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾക്കിത് മനസ്സിലായാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം വരും. ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരെയെങ്കിലും സത്യമായി സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരുപാട് റിലേഷൻഷിപ്പുകൾ വലിയ പ്രശ്നങ്ങൾ കൊണ്ടല്ല തകരുന്നത്, ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ട്. 1. കമ്മ്യൂണിക്കേഷൻ കുറയുന്നത്. ആദ്യകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ദിവസം മുഴുവൻ ചാറ്റ്, കോൾ, മെസ്സേജ്. പക്ഷേ കാലം പോകുമ്പോൾ സംസാരം കുറയുന്നു. ബിസിയാണ്, പിന്നീട് സംസാരിക്കാം. ഇങ്ങനെ സ്ലോലി ഡിസ്റ്റൻസ് തുടങ്ങും. ഒരു സത്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തിടത്ത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വളരും. പക്ഷേ വെയിറ്റ്, ഇത് വലിയ പ്രശ്നമല്ല. റിലേഷൻഷിപ്പ് തകർക്കുന്ന അടുത്ത കാര്യം ഇതിലും അപകടകരമാണ്. 2. ഈഗോ. ഒരാൾ പറയണം സോറി, പക്ഷെ ഇരുവരും ചിന്തിക്കും ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ പറയട്ടെ. അവിടെ നിന്നാണ് സൈലന്റ് വാർ തുടങ്ങുന്നത്. ഈഗോ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ റിലേഷൻഷിപ്പിൽ ഈഗോ ഗ്രേറ്റർ ദാൻ ലവ് ആയാൽ അത് നശിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ അഭിപ്രായത്തിൽ റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്ന വലിയ കാര്യമെന്താണ്? കമന്റ് ചെയ്യൂ, ഞാൻ എല്ലാ കമന്റ്സും വായിക്കും. 3. എഫേർട്ട് കുറയുന്നത്. ആദ്യത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും, ടൈം കണ്ടെത്തും. പക്ഷേ കാലം പോകുമ്പോൾ എഫേർട്ട് കുറയുന്നു. അപ്പോൾ ഒരാളിന് തോന്നും, ഇപ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ട. അവിടെ നിന്നാണ് ഹാർട്ട് ബ്രേക്ക് തുടങ്ങുന്നത്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ മുഴുവൻ മാറ്റും. അതിനാൽ സ്കിപ്പ് ചെയ്യരുത്. 4. റെസ്പെക്റ്റ് ഇല്ലാതാകുന്നത്. ലവ് വളരെ പ്രധാനമാണ്, പക്ഷേ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ലവ് നിലനിൽക്കില്ല. പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, ഇവ ചെറിയ കാര്യങ്ങൾ പോലെ തോന്നും. പക്ഷേ റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടാൽ ലവും നഷ്ടപ്പെടും. ഇപ്പോൾ അവസാന കാര്യം, പലർക്കും അറിയാത്തത്. 5. അപ്രീസിയേഷൻ ഇല്ല. ഒരു മനുഷ്യൻ എന്താണ് വേണ്ടത്? മണി, സക്സസ് അല്ല, അപ്രീസിയേഷൻ. നീ നല്ലതാണ്, താങ്ക്സ്, നിന്നെ കിട്ടിയത് ഭാഗ്യം. ഇത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ റിലേഷൻഷിപ്പിൽ നമ്മളത് പറയാറില്ല. അവിടെ നിന്നാണ് ഡിസ്റ്റൻസ് തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് മീനിംഗ്ഫുള്ളായി തോന്നിയെങ്കിൽ ഒരു ചെറിയ റിക്വസ്റ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരാളോട് ഷെയർ ചെയ്യൂ. അതൊരു ഫ്രണ്ടായാലും ലവറായാലും പാർട്ട്ണറായാലും. ചിലപ്പോൾ ഒരു വീഡിയോ പോലും ഒരു റിലേഷൻഷിപ്പ് രക്ഷിക്കും. ഇപ്പോൾ ഒരു ചോദ്യം, നിങ്ങളുടെ ലൈഫിൽ ഏത് കാരണത്താൽ ഒരു റിലേഷൻഷിപ്പ് തകരാൻ പോയിട്ടുണ്ട്? കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സ്റ്റോറി മറ്റുള്ളവർക്ക് ഹെൽപ്പാകാം. ഓർക്കണം, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, പക്ഷേ എഫേർട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ലവ് വലിയ കാര്യങ്ങളിലല്ല, ചെറിയ കാര്യങ്ങളിലാണ്. അവസാനമായി ഒരു സത്യം പറയാം, നിങ്ങൾ ശരിക്കും ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ ലൂസ് ചെയ്യുന്നതിന് മുൻപ് വാല്യൂ ചെയ്യൂ. കാരണം ഒരു ദിവസം അവരില്ലാത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലവ് എത്ര റെയർ ആണെന്ന്. അതിനാൽ ലവ് ചെയ്യൂ, റെസ്പെക്റ്റ് ചെയ്യൂ, വാല്യൂ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ലവ്, റിലേഷൻഷിപ്പ്, ലൈഫ് ഫാക്ട്സ് വീഡിയോസ് ഇവിടെ സ്ഥിരമായി വരും. അതിനാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.